അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ കൂരായട, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അല്ലേ. അതാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിലടക്കം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് സംഘപരിവാർ തീവ്രവാദികൾ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനെതിരെയും ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന കരോളിനെതിരെയും ഉറഞ്ഞു തുള്ളുമ്പോൾ മറ്റു ചില സ്ഥലങ്ങളിൽ ചില വേട്ടാവളിയന്മാർ ഈ അന്തപ്പുരം കയറി ചില ക്രൈസ്തവ സഭയുടെ അച്ഛന്മാർ, അതായത് ക്രിസംഗി മനോഭാവമുള്ള അച്ഛന്മാരുടെയൊക്കെ അന്തപ്പുരം കയറി ഇറങ്ങി അവർക്ക് വീഞ്ഞും കേക്കും കൊടുക്കുന്ന ധൃതിയിലാണ് കേട്ടോ. പാവം പിടിച്ച ഒരു വിഭാഗം ക്രൈസ്തവ സമൂഹം കരോളിൻ്റെ പേരിൽ തല്ല് വാങ്ങിക്കുന്നു. അവരുടെ പ്രാർത്ഥന നടത്താൻ അവർക്ക് സ്വതന്ത്രമായിട്ട് ഈ നാട്ടിൽ പറ്റുന്നില്ല. സമാധാനമായിട്ട് അവരുടെ കുടുംബവുമായി ഇരുന്നു കൊണ്ട് പ്രാർത്ഥന നടത്താൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപം ആരാണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഈ ക്രിസംഗിയായിട്ടുള്ള ഈ കരിമ്പിൻ കാളയും പിന്നെ പൂഞ്ഞാറിൻ്റെ 2-3 വിഴുപ്പുപാണ്ഡങ്ങളും അതുപോലെ ഈ കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ചില വൃത്തികെട്ട അച്ഛന്മാരുമാണ് ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. ഇവരാണ് ഈ സമൂഹത്തെ വിറ്റ് ജീവിക്കുന്ന യൂദാസുകൾ. കുമാരോടൊക്കെ അറപ്പ് തോന്നിപ്പോവാ. സന്തോഷമായി കുടുംബമൊത്ത് പ്രാർത്ഥന പോലും നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലടക്കം നിലനിൽക്കുന്നത്. കാരണം അത്രത്തോളം ഈ വർഗീയവാദികൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്മാർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് ഇവന്മാർക്ക് വേണ്ടി പാദസേവ ചെയ്തു കൊടുക്കുന്ന ഈ നാറികളുണ്ടല്ലോ, ഈ യൂദാസുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ ആപത്തായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കാൻ വന്നത്. ഇതിപ്പോൾ ഇവിടെ മുസ്ലിങ്ങളെയൊക്കെ ഒരു സൈഡിലിട്ട് തല്ലിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ കാസ കൂസന്മാരുടെ കണ്ണാക്കി പഴമായിരുന്നു. അവന്മാർ ഇതിനെ കുറിച്ചിട്ട് ഒന്നും മിണ്ടത്തില്ല. ഈ സ്വന്തം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകൾ ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ പോലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. ഈ റബ്ബറിന് 300 രൂപ ആക്കി തന്നു കഴിഞ്ഞാൽ ഞങ്ങളങ്ങോട്ട് ഒലത്തി തന്നേക്കാന്ന് പറഞ്ഞ ഒരു മഹാവീരനെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. എവിടെ പോയി? ഇവരൊക്കെ അണ്ണാക്കിൽ പഴമായി പോയോ? എന്താണേലും ഈ ന്യൂസ് 80 എന്ന് പറയുന്ന ഒരു കക്കൂസിനകത്ത് ഇന്നൊരു ചർച്ച ഞാൻ കണ്ടു. അതിനകത്ത് വിഷം വമിക്കുന്ന കാളകൂട വിഷത്തിന്റെ ഉറവിടമായിട്ടുള്ള ഒരു ഭദ്രകാളി വന്നിരുന്നിട്ട് ഇതിനകത്ത് ഉറഞ്ഞു തുള്ളുമ്പോൾ ഈ കരിമ്പിൻ കണ്ടി അടക്കം അണ്ണാക്കിൽ പഴം മെഴുകിയിരിക്കുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾ ഇതൊന്ന് കാണണം. കണ്ടിട്ട് ഇതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങളൊരു മറുപടി കൊടുക്കണം. നമ്മുടെ കേരളത്തിൽ നമ്മൾ ക്രിസ്മസ് ആയാലും ഓണമായാലും പെരുന്നാളാണെങ്കിലും മറ്റേത് വിശേഷങ്ങളാണെങ്കിലും കൊള്ളാം, ഇതൊക്കെ സന്തോഷത്തോടുകൂടെ കൊണ്ടാടിയിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെയൊക്കെ സ്കൂളുകൾ അല്ലെങ്കിൽ നമ്മൾ കോളേജുകൾ. ഇന്ന് അവിടെ പോലും ഇതൊന്നും ചെയ്യാനായിട്ട് ഈ മത തീവ്രവാദികളായിട്ടുള്ള ചെറ്റകൾ അനുവദിക്കാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മളുടെ ഈ ഒരു പോക്ക്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുപോയിക്കോ. പക്ഷേ ഈ പറയുന്ന സ്കൂളിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ സ്കൂളിൽ കുട്ടികളിൽ നിന്ന് പൈസ പിരിച്ചിട്ട് പിന്നെ വേണ്ട എന്ന് വെക്കുകയായിരുന്നു എന്നാണ്. കുട്ടികളെ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു സമൂഹം ആഘോഷിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി നമ്മുടെ കുഞ്ഞുങ്ങളുടെ പോക്ക് കണ്ട ആദരിക്കാത്ത ഒറ്റ മനുഷ്യൻ ഞാൻ എന്തായാലും ആയിരിക്കും എന്റെ കുടുംബവും. അപ്പൊ അതൊന്നും നമ്മൾ അതിലേക്കൊന്നും ചർച്ച കൊണ്ടുപോകരുത്. കുഞ്ഞുങ്ങളെ ആഘോഷം കൊണ്ടുപോകാൻ പാടില്ല. കുഞ്ഞുങ്ങളാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. തിരിച്ചോട് ചിന്തിച്ചാൽ മതി. ശ്രീകൃഷ്ണ ജയന്തി ദിവസം കരോളിറക്കിയതുപോലെ കൃഷ്ണവേഷം കെട്ടിച്ച് ഏതെങ്കിലും ഒരു വിദ്യാലയം, വിദ്യാനികേതൻ വിദ്യാലയമാകട്ടെ, ചിന്മയ മിഷൻ ആകട്ടെ, അമൃത സ്കൂൾ ആകട്ടെ, രാമകൃഷ്ണ മിഷൻ സ്കൂൾ ആകട്ടെ, ആരെങ്കിലും ഒരു 2 കുട്ടികളെ കൃഷ്ണവേഷം കെട്ടിച്ച് ഒന്ന് വെളിയിൽ ഇറക്കിയിരുന്നുവെങ്കിൽ ഈ പറഞ്ഞവരൊക്കെ അവരെ NOC റദ്ദ് ചെയ്യാൻ കൂടുമായിരുന്നില്ലേ? ഇത്തരം കാര്യങ്ങളോട് ഞാൻ തർക്കിക്കാനാണ് എനിക്ക് ഇഷ്ടമാണ്. ഇത്തരം കാര്യങ്ങളോട് തർക്കിക്കാനായിട്ട്. കാരണം നമുക്ക് അത് താല്പര്യമില്ല. ടീച്ചർ ഇനി അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു. കാരണം ഇത് ജനം കേൾക്കുന്ന ഇവിടെ വലിയ സമൂഹമുണ്ട്. എത്ര രസ, കണ്ണിനെന്ത് സുഖ. നാളുകളിൽ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? ഞാനൊന്നും അംഗീകരിക്കുന്നില്ല. അതെന്തൊരു ഐശ്വര്യ കാണിച്ചു തന്നെ. അതിനെയൊക്കെ വിലക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് മുതിർന്നാലും കരോളിന്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഈ കരോളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ അങ്ങനെ കുട്ടികളെ എടുക്കുന്നതിനൊക്കെ സന്തോഷമുള്ള ആളാണ് ഞാൻ. വേഷം കെട്ടിക്കാനും പുറത്തേക്ക് ഇറക്കാൻ എനിക്ക് സന്തോഷം. എന്റെ ചോദ്യം, അവിടുത്തെ രക്ഷിതാക്കൾക്ക് ഇത് 2 പേർക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഇവിടെ ഏതോ ഒരു രക്ഷിതാവാണ് പരാതിപ്പെട്ടതെന്ന് പറയുന്നത്. അത് സംഘടനയാണോ എന്ന് പറയാം. എന്തിനാണ് ഈ പൊന്തേമ തന്നത്? എന്തിനാണ് ഈ ബഹളം വെക്കുന്നത്? അവർക്ക് കൃത്യമായ അജണ്ട ഉണ്ടാവും. അത് നമ്മൾ വിദ്യാർത്ഥികളിലേക്ക് ഇറക്കണം. കേരളത്തിൽ എത്ര സ്കൂളുണ്ട്? എത്ര വിദ്യാലയങ്ങളിൽ ഇത് ഉണ്ടായിട്ടുണ്ട്? നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചത് നമ്മളൊരു ജനറലൈസ് ചെയ്ത് പറയണമെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ന്യായം വേണ്ടേ? സംഘടനകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ? ഏത് സംഘടനയാണ് പറഞ്ഞത്? ഒന്നും അറിയാതെ നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിദ്യാലയങ്ങളിൽ കൂടി നിങ്ങളെ ഉണ്ടാക്കുന്നതിന് ഇന്നല്ല, ഇതിന്റെ നിങ്ങൾക്ക് വേണ്ടത് വോട്ടാണ്. പക്ഷെ ജനങ്ങളുടെ മനസ്സിന്റെ സമാധാനം, കുട്ടികളിലാണ് ഏകോദര ഭാവം ഉണ്ടാവേണ്ടത്. ആ ഏകോദര ഭാവം ഉണ്ടാകുന്നത് തടയാൻ ഒരു വിദ്യാഭ്യാസ മന്ത്രി തന്നെ മുന്നോട്ട് വന്ന് അധികം ഉത്തരം പറയണം.
ഏത് സംഘടനയാണ്, സംഘപരിവാർ ആണെങ്കിൽ ഏത് സംഘടനയാണ് അത് പറഞ്ഞത് എന്നുള്ളത് വളരെ കൃത്യമായി പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. കാരണം ഇത് വളരെ വലിയൊരു വിഭജനം ജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടാക്കുന്നു. ഇനി ഇതുകൊണ്ട് സംഘപരിവാറിന് പ്രശ്നമില്ല. കാരണം ഇതുകൊണ്ട് സംഘപരിവാറിന് ജനപിന്തുണ നഷ്ടപ്പെടുമെന്നുള്ള തോന്നലൊന്നുമില്ല. കാരണം ഇങ്ങനെയൊക്കെ പറയണം എന്ന് ആഗ്രഹിക്കുന്നവർ സംഘപരിവാറിന് പുറത്ത് ധാരാളം ആളുകളുണ്ട്. അവർക്ക് സന്തോഷമാവുന്നില്ല, ഞങ്ങൾക്ക് സന്തോഷമാവുള്ളൂ. പക്ഷേ അതല്ലല്ലോ നാളത്തെ ഈ നാടിന്റെ ഇത് നമ്മൾ ആലോചിക്കണ്ടേ. കുട്ടികൾക്കിടയിൽ ഇത്തരത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരേ സമയം നമ്മൾ ഇതൊക്കെ ഇരട്ടത്താപ്പ് കാണുകയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും വിദ്യാലയങ്ങളിൽ എവിടെയും നടത്താൻ പാടില്ല. വിദ്യാലയങ്ങളിൽ എല്ലാ ആഘോഷം, വൈവിധ്യമാർന്ന ആഘോഷം നടക്കണ്ടേ. ഇവിടെ മറ്റേ ഓണത്തിന് സദ്യക്ക് വിളിച്ചാൽ പോലും പോകരുത്, വായന മിഠായി ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്ന പുരോഹിതന്മാരുണ്ട്. നമ്മൾ അതിനെപ്പറ്റി നടക്കണം, അവരവരുടെ അഭിപ്രായം പറയുന്നു അല്ലേ. അത് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയോ മറ്റുള്ളവരോ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ചിന്മയ മിഷനെ ഇത്ര അപമാനിച്ചു. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ മതേതര വിദ്യാഭ്യാസം മതസ്ഥാപനമായിട്ടും മതേതര വിദ്യാഭ്യാസം കൊടുക്കുന്ന ചിന്മയ മിഷനെ ഇത്രയും പരസ്യമായി അപമാനിക്കാൻ തന്റെ ഇടം കാണിച്ചവരോട് ഒരൊറ്റ ചോദ്യമുള്ളൂ. കേരളത്തിലെ ഇസ്ലാമിക വിദ്യാലയങ്ങളിൽ എത്ര സ്ഥലത്ത് നാളെ ക്രിസ്മസ് ആഘോഷം നടക്കുന്നുണ്ട്? എത്ര സ്ഥലത്ത് നാളെ കരോള് നടക്കുന്നുണ്ട്? എത്ര വിദ്യാലയങ്ങളിൽ പുൽക്കൂട് ഉണ്ടാക്കുന്നുണ്ട്? ഇത് ചോദിക്കേണ്ടി വന്നതാ. കാരണം ഈ ചിന്മയ മിഷനെ പുറത്തിട്ട് അപമാനിച്ചപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണം. ഇത് ഇവിടെ ഇങ്ങനെ ഏതൊരു രക്ഷിതാവ് പരാതിപ്പെട്ടു എന്നുള്ള ഇവിടെ നേരത്തെ ചോദിച്ച ഒരു ടീച്ചറെ സസ്പെൻഡ് ചെയ്തു. ടീച്ചറെ സസ്പെൻഡ് ചെയ്തവരെ രക്ഷിതാവിനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസ് നിർബന്ധിതരായതാണെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ ഒരു പരാതി പുറത്തുവിടാൻ. ഇന്നലെ മന്ത്രി ഈ ചിന്മയ വിദ്യാലയത്തിനെതിരായി പരാതി പുറത്തുവിട്ടിരുന്നില്ല. പക്ഷേ മന്ത്രിയും നിർബന്ധിതനായി എന്ന് തോന്നുന്നു ഇന്നത്തെ ഈ പരാതി പുറത്തുവിട്ട് കണ്ടു. വലിയൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ തുല്യമായി നിൽക്കുന്ന കാര്യങ്ങൾ എടുത്തിട്ടല്ല ഈ കമ്പയർ ചെയ്യുന്നത് പലപ്പോഴും. ഹലോ, നമ്മൾ ഈ ഒരേപോലെ നിൽക്കുന്ന കാര്യങ്ങളെ അല്ല കമ്പയർ ചെയ്യുന്നത്. കാരണം ഇവിടെ ശശികല ടീച്ചർ പറഞ്ഞ സംഭവം ഏതായിരുന്നു? ശശികല ടീച്ചർ പറഞ്ഞ സംഭവം ഒരു സ്കൂളിൽ നിന്ന് ക്രിസ്മസ് കരോളിന്റെ പേരിൽ കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങാതെ സ്കൂൾ പ്രവൃത്തി സമയത്ത് സ്കൂളിന്റെ കോമ്പൗണ്ടിന് പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള വിഷയമായിരുന്നു കഴിഞ്ഞ വർഷം വന്നിരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ അതിന് തുല്യം ചാർത്താനായിട്ട് ശ്രീ റെജി ലൂക്കോസ് ഇവിടെ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിൽ എങ്ങനെ കുട്ടികൾ പങ്കെടുക്കുമെന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്രീകൃഷ്ണ ജയന്തിക്ക് സ്കൂളുകളിൽ നിന്ന് അങ്ങനെ കൃഷ്ണവേഷം കെട്ടി കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു പരിപാടിയില്ല. അത് പുറമെ അന്നത്തെ ദിവസം അവധി ദിവസം മറ്റ് സംഘടനകൾ ചെയ്യുകയാണ്. ഈ ബാലഗോകുലം പോലെയുള്ള പല സംഘടനകളും ചെയ്യുകയാണ്. അതിനും സ്കൂളിൽ നിന്ന് വേഷം കെട്ടി കൊണ്ടുപോകുന്നത് ഇതും തമ്മിൽ എന്താണ് ബന്ധം? അത് കുട്ടികളുടെ രക്ഷകർത്താക്കളാണ് അവരെ കൊണ്ടുവന്ന് അവിടെ വിട്ട് കുട്ടികളെ ഒരുക്കി കൊണ്ടുപോകുന്നത്. അതല്ലല്ലോ ഈ സ്കൂളിൽ നിന്ന് നടത്തുന്ന കാര്യം. അപ്പൊ ഇത് രണ്ടായിട്ട് നടക്കുന്ന കാര്യമാണ്. പിന്നെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നയാളാണ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി. ഇതുപോലത്തെ വിവരം കെട്ടവനെയൊക്കെ നമ്മൾ എന്താ പറയണ്ട, സ്കൂളുകളിൽ ശ്രീകൃഷ്ണ വേഷം കെട്ടി കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ല. എത്രയോ സ്കൂളുകളിൽ നമ്മൾ കണ്ടിരിക്കുന്നു അല്ലേ. ഇപ്പം ഇത് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു മുസ്ലിം ടീച്ചർ അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അവർ മുസ്ലിം കുട്ടികളുടെ പേരൻസിന് ഒരു വോയിസ് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവരെന്താ പറഞ്ഞത്? ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നത് മുസ്ലിം കുട്ടികളുടെയാണ്. ഓണം ആഘോഷിക്കാൻ പാടില്ല. അന്ന് നമ്മളെല്ലാം അതിനെ ശക്തമായ ഭാഷയിൽ എതിർത്തവരാ. കാരണം ടീച്ചർ ഇത് പറഞ്ഞ് ശരിയായിട്ടില്ല, ഇത് മതേതര കേരളമാണ്, ഇവിടെ എല്ലാവർക്കും എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കാം, പങ്കെടുക്കുന്നവർ പങ്കെടുക്കട്ടെ, പങ്കെടുക്കേണ്ടാത്തവർ പങ്കെടുക്കണ്ട, നിർബന്ധമില്ല. നിർബന്ധിച്ചാരും ഈ പറയുന്ന കുട്ടികളെ ഒന്നും ഈ പറയുന്ന പരിപാടിക്കൊന്നും കൊണ്ടുപോകത്തില്ല. ഇപ്പം ഈ മതം തലയ്ക്ക് പിടിച്ച് വട്ടായി പോയിട്ടുള്ള ഇതുപോലത്തെ ചില കൂതറ സാധനങ്ങളുണ്ട്. ഇവരൊക്കെ പഠിപ്പിച്ച കുട്ടികളുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരൊക്കെ അടുത്തൂടെ പോയാൽ തന്നെ വിഷം ചീറ്റിപ്പോവും. അത്തരത്തിൽ കാളകൂടെ വിഷം നിറഞ്ഞ ഈ സാധനങ്ങളൊക്കെയാണ് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം. ഇതൊക്കെ കേട്ടിട്ട് അണ്ടി മിഴുങ്ങി അണ്ണാനെ പോലെ മിണ്ടാതിരിക്കുന്നുണ്ട് ഒരു വേട്ടാവളിയൻ തൊട്ടപ്പുറത്ത്. ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഊളകളൊക്കെ വന്നിട്ട് ചാനലിനകത്ത് കിടന്നിട്ട് കുരയ്ക്കുന്നത്. ഈ സെപ്റ്റിക് ടാങ്കിനകത്ത് വന്നിരിക്കുന്ന മറ്റ് കീടാണുക്കളെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഒന്നും ഈ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും നശിപ്പിച്ച് കളയാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതൊക്കെ കുറച്ച് മുന്തിയ ഐറ്റം വിഷങ്ങളായിപ്പോയി. ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട് ഈ ക്രൈസ്തവ സമൂഹത്തിന് നേരെ വന്ന് കാണിച്ചിട്ടുള്ള ഈ അതിക്രമങ്ങൾ ഇനി നിങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലുത് കിട്ടും. എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു വിഭാഗമായിട്ട് നിങ്ങൾ മാറല്ലേ. ഇപ്പോഴുള്ള നാറികൾ നിങ്ങളുടെയൊക്കെ അടുത്ത് വന്നിട്ട് ഇനി ഞങ്ങൾ ക്രിസ്ത്യാനിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് പറഞ്ഞാൽ ചാണാമുക്കിയ ചൂലിനൊക്കെ ഇവനൊക്കെ കണ്ട വഴിക്ക് അടിച്ചു ഓടിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾ കൃത്യമായിട്ട് ഈ വിഷജീവികൾക്കൊക്കെ ഉള്ള മറുപടി അണ്ണാക്കി തന്നെ അടിച്ചു കൊടുക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.